ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടല്ലോ നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന്. യെസ്, കയാക്കിങ്ങിന് പോവാണ് കേട്ടോ. ഞാനും ആദ്രയും അഭിചേട്ടനും ഒക്കെ കൂടി കുറച്ച് നാളുകളായിട്ട് പ്ലാൻ ചെയ്തതാണ് ഇതിന് പോകണമെന്ന്. അപ്പോൾ വൈക്കം ആണ് പ്ലേസ്. അപ്പോൾ സച്ചിയുടെ വണ്ടി കുറച്ച് ദിവസമായിട്ട് പണി കിട്ടി വർക്ക്ഷോപ്പിലാണ്. സോ അവർ നമ്മളെ വന്ന് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇതാണ് എൻ്റെ ഡ്രസ്സ്, ഒരു ഷോർട്ട് കുർത്ത, പാൻറ്. അപ്പം അവള് എൻ്റെ അടുത്തൊരു ഷോർട്ട് കുർത്തയാണ് ഇടണേന്നാ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാനും ഇതിടാം. കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കടിക്കും. വ്യത്യാസമില്ല, എന്നാലും ഞങ്ങൾ ബ്ലൂ കർത്താവിന് സ്തുതി, പ്രേമത്തെ സൃഷ്ടിച്ച കർത്താവിന് സ്തുതി. എത്ര മിനിറ്റ് ഉണ്ട് ചേട്ടാ ഇവിടുന്ന്? പാട്ട് വരട്ടെ നമുക്ക്. എനിക്ക് വരാന്നാണ് വിചാരിച്ചത്. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. കിഴക്ക് എന്നാണ് അവരുടെ പേജിൻ്റെ നെയിം, കിഴക്ക് കയാക്കിംഗ്. അപ്പോൾ അവർ അപ്രോച്ച് ചെയ്തു. ഇവർക്ക് 2 ടൈമാണുള്ളത്, രാവിലെ 5:30 തുടങ്ങി 8 മണി വരെ, പിന്നെ ഒരു ടൈം വൈകിട്ട് 3 മണി തുടങ്ങി 5:30 വരെയാണ്. അപ്പോൾ ഞങ്ങൾ വൈകിട്ടത്തെയാണ് ചൂസ് ചെയ്തത്, കാരണം നമുക്ക് ആർക്കും രാവിലെ വെളുപ്പിന് എനിക്ക് പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമായിരുന്നു കേട്ടോ വരുന്ന വഴിയൊക്കെ. എനിക്കതൊന്നും കാണാൻ പറ്റില്ല, കാരണം ഞാൻ നല്ല ഉറക്കമായിരിക്കും. എനിക്ക് കാറിൽ കയറി കഴിഞ്ഞാൽ ഛർദ്ദിക്കാൻ വരും, അതുകൊണ്ട് ഞാൻ വേഗം കയറി കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങും. അങ്ങനെ നമ്മളിത് അവിടെ എത്തി. അത്യാവശ്യം ഉള്ളിലോട്ടൊക്കെ പോകണം കേട്ടോ. ഇവിടെ നമുക്ക് പെർ ഹെഡ് വരുന്നത് 600 റുപ്പീസാണ്. അപ്പോൾ ഞാനിത് വേർത്തിയാണോ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ അവസാനം പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ പോവാണ്. പിന്നെ അതുപോലെ നമ്മളിവിടെ വരുമ്പോൾ എക്സ്ട്രാ ഒരു ഡ്രസ്സ് കൈ പിടിക്കണം, കാരണം ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ അത്യാവശ്യം നന്നായി നനയും. അപ്പോൾ ഒരു എക്സ്ട്രാ ഡ്രസ്സ് കൈവയ്ക്കുന്നത് നല്ലതാണ്. അത് അവർ നമ്മളോട് ഇവിടെ വരുന്നതിന് മുമ്പ് പറയൂ കേട്ടോ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. അപ്പം നമുക്ക് ഉള്ളിലോട്ട് പോവാം. ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. മുങ്ങിപ്പോയാ പൊങ്ങുന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫോം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡ്രസ്സ് എനിക്ക് ചെറിയ ടെൻഷനുണ്ട്, ബിക്കോസ് നമുക്ക് ഡബിൾ അല്ല സിംഗിൾ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് തുഴയണം. ദേ വിളിക്കണു വരാൻ. ഞാനിപ്പോൾ ഈ മഞ്ഞയാണ് എടുക്കണേ. എടുക്കാം മോൻ, കറക്റ്റ്. ഈ 4 വിരൽ ഫ്രണ്ടിൽ പിടിക്കുക, ഈ തള്ളവിരൽ താഴെ കൂടെ പിടിക്കുക. ഇതുപോലെ ഇങ്ങനെയാണ് പിടിക്കുക. നമ്മൾ സ്കൂട്ടർ ബൈക്കൊക്കെ ഓടിക്കില്ലേ, അങ്ങനെ പിടിക്കുമ്പം ഈ ഒരു വിരൽ മുതൽ ഇവിടം വരെയുള്ള ഒരു ഗ്യാപ്പില്ലേ, ഈ ഒരു ഗ്യാപ്പ് 2 സൈഡിലും സെയിം ആയിരിക്കണം, ഇതുപോലെ. അത് കഴിഞ്ഞ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ബ്ലേഡ്. ഈ ബ്ലേഡ് എപ്പോഴും വെള്ളത്തിൽ നേരെ ആയിരിക്കണം. ചരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഒരു ത്രസ്റ്റ് കിട്ടി ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റത്തില്ല. ഇങ്ങനെയാണ് നേരെ ആയിരിക്കണം. ഇതൊന്നും മനസ്സിലാവണമെന്നില്ല, ഇതൊന്നും മനസ്സിലാവണമെന്നില്ല. ഇത് അടുപ്പിച്ച് വെക്കുക അങ്ങോട്ട്, ഇവിടെ ചെരുപ്പ് നമ്മൾ ചെരുപ്പില്ലാണ്ടാ പോകുന്നു. പിന്നെ പോകുന്ന വഴിയിൽ എൻ്റെ പേര് അജ്മൽ, അത് ശ്യാം. ഞങ്ങൾ 2 പേരായിരിക്കും നിങ്ങൾ ലീഡ് ചെയ്യുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണം. എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയണം. നിങ്ങൾ പറയാണ്ടിരിക്കരുത്. പോകുന്ന വഴിയിൽ നമ്മൾ ഒരുപാട് ചെറിയ വഴികളൊക്കെ ഉണ്ടാവും. അങ്ങോട്ടൊന്നും ആവശ്യമില്ലാണ്ട് കയറി പോകരുത്. നമ്മൾ ലീഡ് ചെയ്യുന്ന പോലെ തന്നെ പോവുക, അതുപോലെ തന്നെ തിരിച്ചു വരും. ഒരുമിച്ചായിരിക്കും പോകുന്നത്, ഒരുമിച്ചായിരിക്കും തിരിച്ചു വരും. വഴിയിൽ വിശക്ക ആളുകളും പൂവുകളൊക്കെ ഉണ്ടാവും.
താമസിക്കുന്നുണ്ട്. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഓക്കെ ചേട്ടാ, താങ്ക് യു. ഇതിനകത്തിട്ടോ എടാ ഫോണൊക്കെ ഇതിനകത്തിടാ. ഇവർക്ക് പേടിയാ കൊടുക്ക. നിന്റെ ഫോണ് കിട്ടോ? ഇത് കൊണ്ടുപോകാനാ? കൊണ്ടുപോകാനാ? ഇവിടെ വെക്കണം വണ്ടി. ഇല്ല ചേട്ടാ. അവിടെ ചെന്ന് ആദ്യം തന്നെ അവർ നമുക്ക് ലൈഫ് ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ തരും. പിന്നെ അതുപോലെ തന്നെ ഈ പെഡൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞുതരും എങ്ങനെയാണത്, ഹൗ ടു യൂസ്, അതുപോലെ തന്നെ എങ്ങനെ യൂസ് ചെയ്യരുത്, സ്റ്റോപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴി, ഇങ്ങനെ വെള്ളത്തിൽ കൂടെ പോകുന്ന വഴി ഒരുപാട് നല്ല നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പഴങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ടാവും കേട്ടോ മരത്തും. അതൊന്നും പൊട്ടിച്ച് കഴിക്കരുതെന്ന് അവർ എസ്പെഷ്യലി എടുത്ത് പറഞ്ഞു. ആതിരയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. അവൾ പണ്ടും അങ്ങനെ തന്നെയാണ് കേട്ടോ. കോളേജിൽ പഠിക്കുമ്പോഴും അവൾ ഭയങ്കര പേടി കൂടുതലാണ്. ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കാനും അതുപോലെ തന്നെ ഇങ്ങനെ കല്ലൊക്കെയുള്ള വഴികളിലൂടെയൊക്കെ നടക്കാനൊക്കെ ആൾക്ക് ഭയങ്കര പേടിയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവൾ ഭയങ്കര ടെൻഷനിലായിരുന്നു. ഇല്ലില്ല, നീയില്ല, ഒരിക്കലും വെള്ളത്തിലില്ല. ഫ്രണ്ടിലേക്കല്ല, ബാക്കോട്ട്. ഫ്രണ്ടിലേക്ക് പോയാൽ നീ ബാക്കോട്ട് പോകും. ഒരു 10-12 ആൾക്കാരോളം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളവിടെ ചെന്നപ്പോൾ. എന്നിട്ട് ഓരോരുത്തരെ ഇങ്ങനെ ഓരോ ബോട്ടിലായിട്ട് ഇങ്ങനെ കയറ്റി അവരിങ്ങനെ തള്ളിവിടും. നമ്മളവിടെ സ്റ്റാർട്ടിങ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, എങ്ങനെയാണ് ഇത്, എങ്ങനെ തിരിക്കണം, എങ്ങനെ വളയ്ക്കണം, ലെഫ്റ്റിലോട്ട് ബോട്ട് പോകുമ്പോൾ നമ്മൾ എങ്ങനെ റൈറ്റിലോട്ട് വളയ്ക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഇങ്ങനെ ഓരോരുത്തർ കയറുന്ന സമയത്ത് കേട്ടോ. അതിര വരുന്നില്ല, ഇറങ്ങുന്നില്ല, ഞാൻ തിരിച്ചു പോണേ എന്നൊക്കെ പറഞ്ഞ് സീനാക്കി കളഞ്ഞു. പിന്നെ അതാ ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ച ആളൊക്കെ കുറച്ച് മോട്ടിവേറ്റ് ചെയ്ത് സെറ്റായി. നിക്ക് ഇവര് കേട്ട് ഇത് കഴിഞ്ഞിട്ട് ഡബിളാ ഇവര്. നമ്മളിപ്പോ ലെഫ്റ്റിലേക്ക് പോകുമ്പോ ലെഫ്റ്റ് മാറ്റി റൈറ്റിലേക്ക് ആക്കണം. അപ്പോഴും ലെഫ്റ്റും റൈറ്റും ചെയ്തിട്ട് കാര്യമില്ല. കിട്ടിയ നാക്ക് കിട്ടിയ നാക്ക് കിട്ടിയത് മാത്രം ചെയ്യാം. ഓൾറെഡി മാത്രം ചെയ്യാം. നല്ല വെയിലുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ടാണ് പോണ്ടേ. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. കൈ പിടിക്കേണ്ടത് ഇങ്ങനെയാണ്. 4 പേരുടെ മുകളിൽ തള്ളുകൊണ്ട് താഴെ. ഞാൻ ഓപ്പോസിറ്റാ പിടിച്ചേക്കുന്നത്. നിങ്ങൾ ഇവിടെ ചെയ്ത് നോക്കിയോ, ഞാൻ അവനായിട്ട് മുമ്പോട്ട് പോവാം. ഓക്കെ ഓക്കെ. നിങ്ങൾ അവന്റെ കൂടെ പോകാൻ. ആതിരയ്ക്ക് സ്റ്റാർട്ടിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ആൾക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയി, പേടിയായി. ഞങ്ങൾ ഏറ്റവും ബാക്കിലായിപ്പോയി. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളിവിടെ കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്ത് നോക്ക്, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ടീമിൻ്റെ കൂടെ അങ്ങ് പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ 3 മണി സമയത്താണ് നമ്മൾ ചെന്നേക്കുന്നത്. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ടാൻ അടിച്ച് നമ്മളങ്ങ്, എൻ്റെ പൊന്നോ, ഫേസൊക്കെ ആകെ സീനാവും. ഏറ്റവും ബെസ്റ്റ് സമയം എനിക്ക് തോന്നുന്നു രാവിലെയാണ് കേട്ടോ. രാവിലെ ആകുമ്പോൾ ഇച്ചിരി മഞ്ഞും നല്ല ഭംഗിയായിരിക്കും, സൺറൈസും കാര്യങ്ങളൊക്കെ കാണാൻ. നമ്മളിപ്പോൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ആണ് ഈ സമയം എടുത്തത്. പിന്നെ ഒരു 4:30 ആകുമ്പോഴേക്കും വെയിൽ ഇച്ചിരീശ കുറഞ്ഞു തുടങ്ങും. പിന്നെ കാടിൻ്റെയും പുല്ലുകളുടെ ഇടയിലൂടെയും മരങ്ങളുടെ അടിയിലൂടെയൊക്കെ നമ്മൾക്ക് പോവാം. ആ ഒരു ആശ്വാസത്തിൽ നമ്മൾ ഈ വെയിലൊക്കെ ഒന്ന് സഹിച്ചു കേട്ടോ. പക്ഷെ എങ്കിലും നല്ല പീസ്ഫുള്ളായിട്ട് അടിപൊളിയായിട്ട് നമുക്കിങ്ങനെ പോവാം കേട്ടോ. കാരണം ഇത് അടിപൊളിയാണ്, എനിക്കിഷ്ടപ്പെട്ടു സ്റ്റാർട്ടിങ് ഒക്കെ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യും, കുറച്ചിങ്ങനെ പോയി ഇത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു 2.5 മണിക്കൂർ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ തുഴഞ്ഞ് പോകണം. നമുക്ക് കുറേ സ്ഥലം, വലിയൊരു പുഴയാട്ടോ. മൂവാറ്റുപുഴ ആറിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് മൂവാറ്റുപുഴ ആറിലാണ്. അതിൻ്റെ ഒരു പകുതിയോളം നമ്മൾ പോവും. എനിക്ക് തോന്നുന്നു ഒരു 20 കിലോമീറ്ററോളം നമ്മളിങ്ങനെ തുഴഞ്ഞ് പോവും. ഞാൻ പറയാം
ഇങ്ങോട്ട് കൊടു. ആ ഇത് എറണാകുളം, കോട്ടയം, ആലപ്പുഴ, ഇത് മൂന്നും കൂടി യോജിക്കുന്ന സ്ഥലം. ഇത് എറണാകുളം, ഇത് കോട്ടയം, ഇത് ആലപ്പുഴ. നീ എങ്ങോട്ടാ പോണേ? നീ എങ്ങോട്ടാ പോണേ? നമ്മളിവിടുന്ന് ഇച്ചിരി അടുത്ത് ടീമിലുള്ളവരാണ് ആ പോണേ. നമ്മളിവിടെ ഏറ്റവും ബാക്കില്. അങ്ങനെ പറയാം, നമ്മുടെ ബാക്കിൽ ആളുണ്ടെന്ന് പറഞ്ഞു. ഇല്ലില്ല, നമ്മളേറ്റവും ഫ്രണ്ടിലാന്ന് പറയണം. ആ നമ്മളെ ഏറ്റവും ഫ്രണ്ടിലാണ്. ശരിക്കും മോർണിംഗ് തന്നെയാണ് കുറച്ചുകൂടെ വൈബ്. ഇപ്പൊ നല്ല ഇവിടെ ഇങ്ങനെ മഞ്ഞൊക്കെ പാളി കിടക്കണ്ടാവും. മുഖമൊക്കെ ഭയങ്കര സീനാവും നമ്മുടെ. എന്തുകൊണ്ടും രാവിലെ മെയിനായിട്ട് തുഴയേണ്ട ഈ ഒരു മെത്തേഡിലൂടെയാണ്. കുഞ്ഞ് ഫോൺ തന്നെ. എവിടെ പോണേ? എവിടെ പോവാ? ഇന്ന് രാത്രിത്തേക്കുള്ള മീൻ പിടിക്കാൻ അമ്മ മീൻ കൊണ്ടുവരാൻ പറഞ്ഞു. ഓഹോ, ഇപ്പഴത്തേക്ക് ഒന്ന് വളച്ചു വന്നേ. എന്റെ ഫ്രണ്ടിൽ കൂടെ ഒന്ന് വളച്ചു വരുവോ? പറ്റുവോ വളച്ചു വരാൻ? ഓ മൈ ഗോഡ്, എന്നെ ഇടിക്കരുത്. മതി മതി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ വെയിൽ അൺസഹിക്കബിൾ ആണ്. നല്ല ടാൻ അടിക്കും നമ്മുടെ മുഖമൊക്കെ. ഞാനാണെങ്കിൽ ഇന്ന് സൺസ്ക്രീൻ ഇട്ടിട്ടില്ല. അങ്ങനെ ഇപ്പം ഏറ്റവും ബാക്കിലാട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കണോണ്ട് ബാക്കിലായതാ. സച്ചു ദേ എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ. ഞാൻ കാണിച്ചു തരാം. മണിമാരൻ വരുമെന്ന് പറഞ്ഞിട്ടും ദേ നമ്മളുടെ ഒക്കെ അവിടെ എത്തിയിട്ടോ അവരൊക്കെ. വാ നമുക്ക് പോവാം. എങ്ങനെയുണ്ട് സച്ചു? ഇഷ്ടായ? അടിപൊളിയല്ലേ? ഞാൻ ജുനെ അടിച്ചു 2 അടിപൊളി കേട്ടോ ഗൈസ്, നല്ല ഇഷ്ടമാണ് എനിക്ക്. വെയിലൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ തുഴയുന്നൊന്നും ഇല്ല കേട്ടോ, തന്നെ പോവാണ്. ഓക്കെ, ബൈ ബൈ. ഓക്കെ. എന്താ പിടിച്ചിരിക്കണേ? പോലെ ആതിര വരണ നോക്കി ഗൈസ്. അപ്പൊ നമ്മളിവിടെ വയ്യാണ്ടായിട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമായില്ല. ഞങ്ങളിപ്പോ ആലോചിക്കുന്നത് മൂന്നാറോ വാഗമണ്ണോ ഒന്ന് വൈബ് ചെയ്യാൻ പോയാലോ. സത്യം വലിയ സുഖമില്ല. ഒരു എക്സസൈസ് വർക്ക്ഔട്ട് ആയിട്ട് കണക്കാക്കാം അല്ലേ സച്ചു? പക്ഷെ രസമുണ്ട്, സ്ഥലമൊക്കെ കാണാൻ അടിപൊളിയാണ്. അതെ, ഇത് മാത്രം അൺഹെൽത്തി ആയിട്ടുള്ളൂ. ഏത് വെള്ളം? ഏത്? പിന്നെ ഇവിടുന്ന് മെയിൻ പുഴയിൽ നിന്ന് മാറി നമ്മൾ ചെറിയ ചെറിയ ഊടുവഴികളിലൂടെയൊക്കെ പോകട്ടോ. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് അങ്ങനത്തെ വഴികളിലൂടെ പോകുമ്പോഴാണ്. ചുറ്റും ഇങ്ങനെ വീടുകളും മരങ്ങളുടെയൊക്കെ ഇടയിൽ കൂടെ പാലത്തിൻ്റെയൊക്കെ അടിയിൽ കൂടെ നമ്മളിങ്ങനെ പോവും. പക്ഷേ ഇവിടെയൊക്കെ എത്തുമ്പോൾ വെള്ളം ഇച്ചിരി മീൻസ് എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ആൾക്കാർ എന്തെങ്കിലും പല ആവശ്യങ്ങൾക്കൊക്കെ വെള്ളം യൂസ് ചെയ്യുന്നുണ്ടാവും. അതല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചില കാടിൻ്റെ ഉള്ളിലൊക്കെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ കെട്ടിക്കെടുക്കുന്ന വെള്ളമല്ലേ, അപ്പോൾ ചെറിയൊരു ഡേർട്ടി വാട്ടർ പോലെ എനിക്ക് തോന്നി. അതെനിക്ക് അങ്ങനെ തോന്നി, ചീത്ത വെള്ളമായിട്ട് തോന്നി. പക്ഷെ കുറേ കഴിയുമ്പോൾ നല്ല വെള്ളമാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും. പക്ഷേ ഒരു പെർ ഹെഡ് 600 രൂപയ്ക്കുള്ളതുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്കില്ല. കാരണം നമ്മളിങ്ങനെ വെറുതെ തൊഴഞ്ഞു പോകുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്പോർട്സ് ആക്ടിവിറ്റി ആണ്. അത് ഇഷ്ടപ്പെടുന്നവർക്കും എന്തായാലും കുറേ സമയമൊക്കെ ഉള്ളത് കൊണ്ട് ഇഷ്ടപ്പെടും. എനിക്കങ്ങനെ അത്രയ്ക്കങ്ങ് വലിയ സംഭവമാണെന്നൊന്നും തോന്നിയൊന്നുമില്ല കേട്ടോ. ഒരു 500 അല്ലെങ്കിൽ ഒരു 450 ആ ഒരു റേഞ്ചിനുള്ളതൊക്കെ ഉള്ളൂ. അങ്ങനെ നമ്മളിത് റിട്ടേൺ പോവുകയാണ് തിരിച്ച്. ഇതുപോലെ തന്നെ വീണ്ടും എനിക്ക് തോന്നുന്നു ഒരു 10 കിലോമീറ്റേഴ്സ് അടുത്ത് റിട്ടേണും ഉണ്ട്. അപ്പോൾ സച്ചു ഇച്ചിരി നേരത്തെ എത്തിയിട്ടോ. ആൾ ഭയങ്കര സ്പീഡിൽ തുഴഞ്ഞ് വേഗം എത്തി. ഞങ്ങൾ ഇച്ചിരി പയ്യാണ് കൈസ് എത്തിയപ്പോൾ. മേല് മൊത്തം നനഞ്ഞ് കുളിച്ചിട്ടുണ്ട്. ഇത് അഭിച്ചേട്ടനൊക്കെ വെള്ളത്തിലായിരുന്നു. അഭിച്ചേട്ടൻ്റെ ബോട്ട് മുങ്ങും എന്നാണ് വിചാരിച്ചത്, അത്ര അധികം വെള്ളം ഉണ്ടായിരുന്നു ആളുടെ ബോട്ടിൽ. എൻ്റെ കയ്യിൽ അങ്ങനെ അധികം വെള്ളം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തില്ലായിരുന്നു. ഞാൻ അധികം അങ്ങ് അത്ര നനഞ്ഞിട്ടുണ്ടായിരുന്നില്ല.
അവിടെ അവിടെ എന്താ എന്ത് കൈ നട്ടും വേണം, നിങ്ങൾ ചാരി ഇരിക്കണ പോയിട്ടില്ലല്ലോ. ചേട്ടാ ഇത് വൈകുന്നേരം ഉണ്ടാവൂല വേന? നാളെ അതല്ല വേദന. വേദന നാളെ രാവിലെ അതെ അതെ ഞാൻ ഈ ഒരു പരിപാടിക്ക് വരില്ല. ഇതൊക്കെ എക്സസൈസ് ആണിത്. അതാ ജാക്കറ്റിൽ വെക്ക്. ഓക്കെ ബൈ ബൈ ബൈ. അപ്പൊ ഞങ്ങള് പോവാണ് തിരിച്ചു വീട്ടിലേക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ അവരുടെ ഡ്രസ്സൊക്കെ നന്നായിട്ട് നനഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സ് മാറാൻ പോയിക്കാണ്. ഞാനിവിടെ കാറിൽ വെയിറ്റ് ചെയ്യുക കേട്ടോ. എൻ്റെ അധികം നനഞ്ഞിട്ടില്ല. മുഖമൊക്കെ ആകെ ടാനടിച്ച് സീനായിട്ടുണ്ടെന്ന് തോന്നണ്. അങ്ങനെ നമ്മുടെ കയാക്കിങ് കഴിഞ്ഞു. നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കാൻ പോകണം. അഭിച്ചേട്ടനും ആതിരയ്ക്കും വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ട്രീറ്റ് കൊടുക്കാനുണ്ട്. അങ്ങനെ തിരിച്ചു പോകുന്ന വഴി നമ്മളിവിടെ അടുത്ത് തന്നെയുള്ള ഒരു പടിപ്പുര എന്ന് പറയുന്ന ഒരു ഷോപ്പിലാണ് വന്നത് കേട്ടോ. അവിടുത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും. അപ്പോൾ അവിടുന്ന് തിരിച്ചു വരുന്ന വഴി കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ അവിടെ കയറി സച്ചി പുറത്ത് പോയേക്കുമായിരുന്നു കേട്ടോ. ഗൂഗിൾ പേ ഇവിടെ ഉണ്ടാവില്ല, ക്യാഷ് തന്നെ കൊടുക്കണം. അപ്പോൾ അപ്പോഴേക്കും നമ്മളിവിടെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. നമ്മൾ അപ്പം, നല്ല താറാവ് റോസ്റ്റ്, ചപ്പാത്തി, ബീഫ്, പൊറോട്ട, ചെമ്മീൻ ഇതൊക്കെയാണ് ഓർഡർ ചെയ്തത്. പിന്നെ കപ്പ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വന്നു. പിന്നെ കള്ള് നമുക്ക് 4 പേർക്കും ഓരോ ഗ്ലാസ് വെച്ചിട്ട് കള്ളും വാങ്ങിച്ചായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. താറാവായിരുന്നു ഇക്കൂട്ടത്തിൽ ഏറ്റവും ടേസ്റ്റ്. ഞാൻ താറാവ് കഴിക്കില്ല, ബട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അതിൻ്റെ ഗ്രേവിയൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കയാക്കിങ് വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ ബൈ.